ഞെട്ടി ഞെട്ടി ഇപ്പൊ ഞെട്ടി കൈ നീട്ടി കൊടുക്കൂല പൊക്കുന്നവരെ കാത്തുനിട്ട് നിനയാത്ത നേരത്തൻ പടിവാതിലിൽ ഒരു പദവിന്യാസം അതേതിന് പാടി രാപ്പാടി ഫുള്ള് പാടിയിട്ട് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒന്നുകൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സെറ്റപ്പും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഫുൾ കളർഫുൾ വീഡിയോ ആയിരിക്കും. എന്നാ സംഭവം എന്നുള്ളത് നമുക്ക് തുടക്കത്തിൽ തന്നെ പറഞ്ഞേക്കാം അല്ലേ? പറഞ്ഞേക്കാം. വേറെ ഇന്ന് അങ്ങനെ നമ്മളെ 13 മില്യൺ, ഇനി ആ 13 മില്യൺ എന്നുള്ളത് ഞാനിനി കണ്ടുപിടിക്കണം. എത്രയാന്ന് ഇനി പറയാ? 13 മില്യൺ എന്ന് വെച്ചാൽ 13 × 13 ഗുണം 1 കോടി 30 ലക്ഷം കുടുംബക്കാരുമായി നമ്മുടെ ഫാമിലി ചാനലുകളുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 കോടി 30 ലക്ഷം, 1 കോടി ഇങ്ങനെ 1 കോടി 30 ലക്ഷം പേരുമായി നമ്മുടെ ചാനൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് എന്തായാലും നമുക്ക് ചിലവില്ല അത് പിന്നെ നിങ്ങൾക്ക് ശീലമായതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരാൾ പറയുമ്പോൾ 5 ആൾ വേറെയും പറയും. അത് നമുക്കൊരു ശീലമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് കാണുന്നില്ലേ? എന്നാ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 13 മില്യൺ കുറച്ച് ഗ്രാൻഡ് ആയിട്ടാണ്, നല്ലോണം ഗ്രാൻഡ് ആക്കാൻ ഇതുവരെയുള്ള പോലെയല്ല. നമ്മളെപ്പോൾ ഒരു നോർമൽ കേക്ക് കട്ടിങ്ങിൽ മാത്രം ഒതുക്കല നമ്മളെ വീഡിയോ. അമ്മ വിറകെടുക്കാൻ പോയിട്ടുണ്ടാവും, വരുന്ന വഴിക്ക് കേക്ക് കട്ട് ചെയ്യൽ, ഇങ്ങനെയുള്ള നമ്മളെ നിലവിലത്തെ വീഡിയോ നടന്നുകൊണ്ടിരിക്കൽ. അൻവി ഒന്ന് അങ്ങോട്ട് നോക്കിയെന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതായാലും 13 നമ്മളെല്ലാവരും നാട്ടിലുള്ള സ്ഥിതിക്ക് കുറച്ച് നല്ല രീതിയിൽ ഗ്രാൻഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ആൾക്കാരെല്ലാം ക്ഷണിച്ച് പന്തലെല്ലാം കെട്ടി ലൈറ്റെല്ലാം സെറ്റ് ചെയ്ത് വേറെ ലെവൽ വൈബ് എന്നതിൻ്റെ അഭിപ്രായം. പിന്നെ അല്ലാണ്ട് ചില്ലറ ആഘോഷമല്ല ഇന്ന്. ആൾക്കാരെല്ലാം ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. പാട്ട്, ഡാൻസ്, ഫുഡ്, പന്തല്, ലൈറ്റ്, ഈ സെറ്റപ്പോട് കൂടിയിട്ടാണ് ഇന്ന് നമ്മളെ 13 മില്യൺ. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ പരിപാടിയോടനുബന്ധിച്ച് തന്നെ നമ്മൾ മെയിൻ കലാകാരന്മാരെ ഇറക്കിയിട്ട് നമ്മളെ പാറൂസിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഡാൻസിന് വേണ്ടിയിട്ട്. പാറുവിൻ്റെ വേറെ ലെവൽ ഇങ്ങോട്ട് നീ ഇങ്ങനെ പാറുവിനെ കാണിച്ചു കൊടുക്കും. നീ പാറുവിൻ്റെ വേറെ ലെവൽ ഡാൻസ് ഉണ്ട്. പിന്നെ നമ്മളെ കല്യാണ വീഡിയോയിലെ ഡാൻസ് ഉണ്ട്. പിന്നെ നമ്മളെ ആദ്യകൂട്ടിൻ്റെ വേറെ ലെവൽ പാട്ട്. ഏത് പാട്ടാണ് പാടുന്നത് ഞാൻ പറഞ്ഞു കൊടുത്താട്ടെ? പൂമാനമേ വേറെ ലെവല്. അത് പാടിയിട്ട് ഇവരെ നീ അങ്ങ് ഉറക്കണം, കേട്ടില്ല? അതേതിനോടാ സാഹിത്യ പാട്ട്? രാപ്പാടി. അതേതിന് പാട്ട്? രാപ്പാടി ഫുള്ള് പാടിയിട്ടൊന്ന് എന്ന് ആ പാട്ട് വേറെ. അത് ലാസ്റ്റേ വെക്കും, കാരണം വീഡിയോ മൊത്തം കഴിയുന്നത് വരെ അത് നമ്മൾ നിങ്ങൾക്കായിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ നിങ്ങളും കാത്തു വെക്കും ആ ഒരു പാട്ട്. ഇനി കാണാത്തവര് ഏതിനുള്ള സാഹിത്യ ഇന്റർവ്യൂ ബിഹേം ഫുഡിന്റെ അല്ലേ? ബിഹേം ഫുഡിന്റെ ഇന്റർവ്യൂ ചാനലിൽ പോയിട്ട് രേഷ്മിന്റെ ആ പാട്ടിനായി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പോയി കാണുക. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വരില്ല, അൺസബ്സ്ക്രൈബ് ചെയ്യും. അൻവി ഇങ്ങോട്ട് വാ. അപ്പം നമ്മൾ ഏതായാലും നേരെ ഉള്ളിലേക്ക് നടക്കാം. നമുക്ക് അവിടെ വേറെ കളർ സംഭവം കേക്ക് സെറ്റപ്പെല്ലാം നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇത്രയും കാലമായിട്ട് ഒരുപാട് മില്യൺ ആഘോഷിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം 13 മില്യൺ ആകുന്നത് വരെയുള്ള ആഘോഷങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കണ്ടറിഞ്ഞതാണ്. പക്ഷേ ഇത് നമ്മൾ കുറച്ച് എന്തായാലും എല്ലാവരും ഒരുമിച്ചൊന്ന് നാട്ടിൽ കിട്ടിയതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രാൻഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ കുറച്ച് പന്തലും ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് തന്നെ ആക്കിയതാണ്. ഇതിൻ്റെ വേറെ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ വാക്കിൽ നമുക്ക് തകർക്കുന്ന വീഡിയോസ് കാണിക്കൽ പെട്ടെന്ന് വാ. നമ്മളിതാ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്ന് ഇനി ഇതാ ആദ്യം തന്നെ ഇവരുടെ പാറുവിൻ്റെ നമ്മളൊരു ഡാൻസ്, അൻവിൻ്റെ ഡാൻസ്, ഈ ഡാൻസിലൂടെ കൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. ബാക്കി ആൾക്കാരെയും കാര്യങ്ങളെല്ലാം നമ്മൾ അതിന് ശേഷം കാണിച്ചു തരാം. ഏതായാലും തന്നെ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് തന്നെ ഇവർ ഡാൻസിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിൻ്റെ അഭിപ്രായം? പിന്നെ അല്ലാണ്ട് DJ പാട്ടെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അല്ല മൈക്കിട്ട് ഇല്ല നോക്കുക, ഇല്ലെങ്കിൽ നീ പറഞ്ഞല്ലോ ലാസ്റ്റ് എത്രയോ പ്രാവശ്യം എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവൻ പറയുന്ന ഒരു സാധനം ഇതിനകത്ത് കിട്ടൂല. ലാസ്റ്റ് എന്നിട്ട് അത് ചേച്ചി കട്ട് ചെയ്ത് കളയാൻ ഡാൻസ് കണ്ടിട്ട് ബാക്കി നമുക്ക് കേക്ക് കട്ടിങ് കാര്യങ്ങളും ചെയ്യാം അല്ലേ? നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ 4 ആളെന്നല്ല, ഇതിൻ്റെ ചുറ്റിലും ആൾക്കാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഇവരെൻ്റെ ഫ്രണ്ടിലിങ്ങനെ എല്ലാവരും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ പഴയൊരു ആവേശത്തിൽ പറയാത്തതിൻ്റെ കാരണം അതാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇവരുടെ എൻ്റെ നല്ലോണം സൗണ്ട് കുറഞ്ഞത് നിങ്ങൾ വേറെ വിചാരിക്കേണ്ട. ഇത് കഴിഞ്ഞതിന് ശേഷമുണ്ട് ഞാൻ എല്ലാവരെയും കാണിച്ചിട്ട് ഫുൾ വൈബിൽ ഞാനടക്കം കൊടുത്ത് തുള്ളാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം ഇവരെ ഡാൻസ് കണ്ടിട്ട് വരാട്ടോ.
തീരാറായിന് അല്ലേ? എടാ എങ്ങനെയുണ്ടായിരുന്നു ഇതാ ഈ സ്പോർട്ട് ഡാൻസ് ആയിട്ടാ. ഈ സമയം വരെ ഈ ഒരു പാട്ട് വെച്ചിട്ട് ഇവൾ ഈ സമയം വരെ ഡാൻസ് പ്രാക്ടീസോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. ചെയ്തിനാ? പറഞ്ഞോടുക്ക, അവരോട് പറഞ്ഞോടുക്ക്. അങ്ങോട്ട് നോക്കിട്ട് പറ. ഇത് എത്രയാളാ കാണുന്നതെന്ന് അറിയാം എനിക്ക്. അവരോട് പറ. ആ ഇപ്പം ഞാൻ പാട്ട് വെച്ച് തന്നല്ലേ ഇത്? ഇപ്പം പാട്ട് വെച്ച് കൊടുത്തിട്ട് ചെയ്ത ഡാൻസ് ആട്ടാ ഇത്. എന്നിട്ട് കുണമില്ലാന്നാ നീ എന്നെയാ പറയുന്നത്? കുണമില്ലാന്ന് നിങ്ങൾ പറയണേ, കമന്റിൽ ചെയ്യണം കേട്ടോ. ഈ പാട്ട് എങ്ങനെയുണ്ട്, ഡാൻസ് എങ്ങനെയുണ്ടെന്നല്ല. ഇങ്ങനെ ആ കാരണം അങ്ങനെ ഇതാ അൻവി അങ്ങനെ ഡാൻസോ കളിച്ചിട്ടില്ല. ലാസ്റ്റ് എല്ലാം കൂടി വന്ന് നിർബന്ധിച്ചിട്ട്, അല്ല അൻവി നിർബന്ധിച്ചിട്ടില്ലേ വന്നേ? കണ്ട ഓനെ ആന്ന് നിർബന്ധിച്ചിട്ട് വന്നിട്ട് ലാസ്റ്റ് കേക്കും കട്ട് ചെയ്ത് തരുമോ നമ്മൾ കാല് പിടിച്ച് റിക്വസ്റ്റ് ചെയ്ത് ലാസ്റ്റ് കേക്ക് മുറിച്ച് തരാമെന്ന് ലാസ്റ്റ് സമ്മതിച്ചിട്ടുണ്ട് അല്ലേ? ആന്ന് അങ്ങനെ ഒരു 2-3 കഷ്ണം മുറിച്ച് തരല്ലേ? ചെയ്തു തരാം. അങ്ങനെ ലാസ്റ്റ് അൻവീനെ നമ്മൾ എല്ലാവരും കൂടി ഇത്രയും ആൾക്കാരോട് വട്ടത്തിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത് ലാസ്റ്റ് കേക്ക് കട്ടിയാൻ വേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ 2 കഷ്ണമാക്കിയിട്ട് ഒന്ന് മുറിച്ച് അൻവി. ആ റെഡി. ഇതാ എല്ലാവരും കൂടി 13നെ കണ്ടം കൊണ്ടായിരിക്കുന്നുണ്ട്. ആ അൻവി മുറിക്കേ, എനിക്ക് ആദ്യം വെച്ചു കൊടുക്കാം. ഇങ്ങനെ മുറിക്കുക ഇങ്ങനെ. ഇനി അതിൽ എടുത്തിട്ട് ആദ്യം ഡാൻസ് കളിച്ച പാർവച്ചിന്റെ വായിൽ വെച്ച് കൊടുക്കും. ആദ്യം ടോമിനെ തന്നെ. ഓന്റെ സ്വഭാവവും കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. എടാ എന്താടാ എടാ നീ അത് കൊടുക്ക്, പാർവച്ച് കൊടുത്താട്ടെ ഒരു വർഷം. ഡാൻസ് എല്ലാം കളിച്ചല്ലേ? ആ ഓന്റെ വിശപ്പ് മാറിട്ട് അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. അൻവിക്ക് ആദ്യം അച്ഛൻ എടുത്തു കൊടുക്കാം. കത്തിയല്ല ഒരു ഉണ്ട്, അച്ഛൻ തന്നെ എടുത്തുതരാം അമ്മയ്ക്ക്. അതിന് ശേഷം ഇവൻ ആയിരിക്കും എടുത്തു കൊടുക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം. അടുക്കൊരുണ്ട്, ഞാൻ എടുത്തുതരാം. ആ ഇത് അൻവിക്ക് തന്നെ ആദ്യം കൊടുക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ആ ഇനി ഇത് പിടിക്ക്. ഇത് ആയിരിക്കാം നീ ആദ്യം ആയിരിക്കാം കൊടുക്കാൻ നോക്കട്ടെ. ആദ്യം ആയിരിക്കാം കൊടുക്കാൻ നോക്കാം അല്ലേ നമുക്ക്? അൻവി ആ കൊടുത്തായിട്ട് ആയിരിക്കും കൊടുക്കാം. അടിപൊളി അടിപൊളി അടിപൊളി. ആ ഇനി ആദ്യം തന്നെ കൊടുക്ക്. ആ ഇനി അടുത്തായിരിക്കാം. ഇനി അടുത്തായിരിക്കാം. ഇനി ആയിരിക്കും കൊണ്ടാ അതിലിനി ഒന്നുമില്ല. അടുത്ത കാര്യത്തില്ല. ഇതിൻ്റെ കൂടെ തന്നെ ആദ്യം ഒരു അടിപൊളി പാട്ടുണ്ട്. അത് ഞാൻ തുടങ്ങി പാട്ട് തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ ഇത് മുറിച്ച് കഷ്ണാക്കാം. വേഗം. പലവട്ടം പൂക്കാലം വഴിതെറ്റിപ്പോയിട്ടങ്ങൊരു നാളും പൂക്കാമാം കൊമ്പിൽ പ്രിയമുള്ളോരാരോ വരുവാനുണ്ടെന്ന് പൂങ്കുയിലൊന്നു പാടി പറഞ്ഞു. പൂങ്കുയിലൊന്നു പാടി പറഞ്ഞു. നിനയാത്ത നേരത്തൻ പടിവാതിലിൽ ഒരു പദവിന്യാസം കേട്ട പോലെ വരവായാലൊരു നാളും പിരിയാത്ത മധുമാസം ഒരു മാത്ര കൊണ്ടുവന്നല്ലോ, ഒരു മാത്ര കൊണ്ടുവന്നല്ലോ. കുതിയോടെ ഓടിപ്പോയി. കേക്ക് പാടി ബാക്കി കൂടി. കേക്ക് തീരണം എന്നാലേ ആദ്യം എത്ര എടുക്കും നിങ്ങൾ പറ. ബാക്കി പാട്ടും കൂടി പാടണ്ടേ? ആദ്യന്റെ അടുത്ത പാട്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് പാടുന്നുണ്ട്. കേക്ക് ഇവന്റെ പാട്ടും ഈ കേക്കിന് വേണ്ടിട്ട് എല്ലാവരും കാത്തിരിക്കുന്നത്. പാട്ടിന് എല്ലാവരും വേറെ കാര്യം. എന്നാൽ ആദ്യം അന്ന് പാടി ആ പാട്ടൊന്ന് പാടി കൊടുക്കും. അപ്പോഴേക്കും നമുക്ക് നീലനിലവേ. നിങ്ങൾക്ക് വേണ്ടി അടുത്ത ഗാനം നീലനിലവേ ആലപിക്കുന്നത് ആദി. കുറേ നേരം കേക്കിന് നമ്മളെ പൊന്നൂസ് കാത്തിരിക്കുന്നു. ഒരു എന്നാ പിന്നെ അടുത്ത പാടിക്കോ. നീലനിലവേ ദിനവിലഴകെ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നിന്റെ ഓർമ്മയാലേ. 100 പൊൻകിനാവിന്നിതാ മിന്നി എന്നിലാകെ. നീ തൂവൽ പോലെ കാറ്റിൽ വന്നെൻ നെഞ്ചിൽ തൊട്ടില്ലേ. അപ്പോ ഇനി എല്ലാരും എടാ അങ്ങനെ ഇത്രയും മനോഹരമായി നമ്മുടെ ഈ ഒരു 13 മില്യനെ കളർഫുള്ളാക്കി തന്ന നമ്മുടെ ആദ്യക്കൂട്ടന് ഏറ്റവും വലിയൊരു കേക്ക് കൊടുത്തിട്ട് തന്നെ അൻവി തന്നെ കൊടുത്തോ ആദ്യമായിട്ടാണ് കേക്ക്. എന്നാ അങ്ങനെ ഇവനേക്കാൾ സ്കോർ ചെയ്തെന്ന് മനസ്സിലാക്കി അൻവി കൊടുക്കില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചതുകൊണ്ട് ഞാൻ കൊടുക്കുകയാണ്. ഒറ്റയടിക്ക് പറഞ്ഞു കൊടുക്കൂല. അപ്പോൾ ഏതായാലും
നല്ല പാട്ട്. ഞാൻ ഇത്രയും നേരം ക്യാമറ എടുത്തിട്ടുള്ള അതുകൊണ്ടാണ് എന്റെ ഈ മുഖം അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും എന്റെ മുഖം കാണാത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്രയും നേരം സമാധാനം കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കേക്ക് ഇതിന് കൊടുക്കുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചതാട്ടോ. ഓരോരോ പീസായിട്ട് വീണ്ടും കൊടുക്കുന്ന പോലെ ആക്കുന്നു. പക്ഷേ ലാസ്റ്റ് മൂന്നാമത്തെ ഞാൻ ഇതുവരെ ഇങ്ങനെ പറ്റിയിട്ടില്ല. അതുകൊണ്ട് മൂന്നാമത്തെ പക്ക ഞാൻ കൊടുക്കും. ബൈ പൊക്കുന്നവരെ കാത്തു നിന്നിട്ട് നാലാമത്തെ പക്ഷെ നാലാമത്തേന് അത് ഞാൻ ഉറപ്പാണ് ഞാൻ കൊടുക്കും. ഇത് കുത്തിക്ക് നോമ്പായി തുറന്നില്ല, പക്ഷെ ഞാൻ കൊടുത്തു. ഇനി ഈ കേക്കിന് വേണ്ടി കാത്തു നിൽക്കുന്ന കുറേ ആൾക്കാർ എങ്ങനെയല്ലോ ക്ഷമിച്ച് പിടിച്ച് കാത്തു നിൽക്കുന്നത് ഇത്രയും ഈ ഒരു കഷ്ണം കേക്കൊന്നും കിട്ടുമെന്ന് വെച്ചിട്ട് വീഡിയോയിൽ വരെ കൂട്ടണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഇവർക്കറിയില്ല വീഡിയോ എടുക്കൽ ചില്ലറ കളിയല്ലാന്ന് ഇവർക്കറിയില്ല. ഇതെല്ലാം എടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് മാത്രമേ ഇട്ട് എന്തിനാ അടുത്തടുത്ത് എഴുതുന്നത് എനിക്ക് മനസ്സിലായില്ല. ഒരു കഷ്ണം വേഗം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെയല്ല ഉണ്ടായി എന്നിട്ടാ ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ വന്ന് ഇവരെത്രയാളല്ല പിന്നെ ഇങ്ങനെ വന്ന് ഇനി എൻ്റെ കയ്യെത്താൻ ദൂരം. നമ്മൾ ഈ 13 മില്യന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത്രയും വലിയ പന്തെല്ലാം ഞാൻ കിട്ടി ഈ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ ക്ഷണിച്ച് എല്ലാം സെറ്റപ്പ് ആക്കി നമ്മളൊരു ഗ്രാൻഡായിട്ട് തന്നെ ആഘോഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൻ്റെ ഇനി ലാസ്റ്റ് ഈ ഒരു അവസാന ഘട്ടത്തിലെങ്കിലും സത്യം പറയണമെന്ന് എൻ്റെ മനസ്സെന്നെ വീണ്ടും പറയുകയാണ്. സംഭവം വീടുമല്ല, ഇത് എൻ്റെ നാടുമല്ല, ഇത് പുന്നാടാണ്. പുന്നാട് എൻ്റെ നമ്മളെ ആശാൻ്റെ കല്യാണമാണ്. കല്യാണത്തിന് കിട്ടിയ പന്തലാണ്. ആട 2 ദിവസം മുന്നേ വന്നിട്ട് സംഭവം എന്ന് വെച്ചാൽ 2-3 ദിവസം മുന്നേ നമ്മൾ ഇവിടെ തന്നെയാണ്. ചോറ് കറി ചായ വെള്ളം എല്ലാം ഇവിടെ തന്നെയാണ്. ഇപ്പോൾ ഇവൻ്റെയാണ് കല്യാണം. ഇവൻ്റെ കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ വന്നതിന്. അപ്പോൾ ആദ്യത്തെ കേക്ക് 13 മില്യൺ ആയതിൻ്റെ സന്തോഷം. ആദ്യത്തെ അല്ല 5ാമത്തെ കേക്ക് ഞാനാണ് തിന്നോ. നമ്മളെ കല്യാണ ചക്കനാണ്. വയസ്സത്രയുള്ളൂ 18, പക്ഷേ കല്യാണം നേരത്തെ കാലത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തെന്നായാലും നിങ്ങളെ വയ്യും കൂടി ഒരു ആശംസ അറിയിക്കണം. 18 എന്ന് വെറുതെ പറഞ്ഞു കേട്ടോ, ചർമ്മം കണ്ട പ്രായം തോന്നില്ല എന്നുള്ളൂ. വയസ്സ് നല്ല വയസ്സുണ്ട്. നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക കേട്ടോ, നിങ്ങൾ കമൻറ്റിൽ ചെയ്യണം കേട്ടോ എത്ര വയസ്സായി എന്നുള്ളത്. ഞാൻ പറഞ്ഞുതരാം, 30-നും 24-നും ഇടക്കായിട്ട് വരും. അത്രയുള്ളത് ഞാൻ തരും. ബാക്കി നിങ്ങൾ കമൻറ്റിൽ ഇടണം കേട്ടോ. ഫോക്കസ് 3 വട്ടം കൈ നീട്ടി കൊടുക്കൂല. സീനിയറാ ഈടെ വയസ്സന്മാർക്ക് അല്ല ഈടെ എന്തായാലും കൈ നീട്ടിയതാടേ. ഒന്നിങ്ങോട്ട് അമ്മ ഒന്നും മാറി കൊടുക്കല, മാറിക്കൊടുക്ക്. എനിക്ക് വലുത് തന്നെ വേണേ. അനക്ക് വലുത് വേണോ? അടുക്കെ കൂട്ടത്തിൽ ഏറ്റവും എന്നാ ഇന്നെ പറയണ്ട, നീ പറ. അടുക്കെ നമ്മളെ സ്വന്തം ചേച്ചി ചേട്ടാ കൊടുത്തേ. അടുത്ത് ആപ്പൻ. കൂടുതൽ പുകഴ്ത്താൻ എൻ്റെ കയ്യിൽ വാക്കുകളില്ല, കൊടുക്കുന്നു. ഏതാ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പുതുമണവാളൻ, ഇങ്ങോട്ട് കൂടി. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയണ്ടെങ്കിൽ വേഗം പറയണേ. മണവാട്ടിയാ? ഓക്കെ. എടാ പീസ് ചെറുതായി പോയി, ഇത് കഴിഞ്ഞിട്ടാകുമ്പം കാണാം. പുതുച്ചക്കൻ്റെ അമ്മ, ഇളയമ്മ പിടിക്കും. ഓ മുട്ട ചേർത്ത കേക്ക് തിന്നാത്ത വെജിറ്റേറിയൻ. അടുത്ത് ചെറുത് തന്നെയാണ് അത് അതെയാ. എന്നാ പിന്നെ ചെറിയ കഷ്ണം തന്നെ ആയിക്കോട്ടെ. ഇതെന്തിനാണെന്ന് അറിയോ? എന്തിനാ ഞാൻ എന്തിനാ ഇത് കൊടുക്കുന്നത്? അപ്പൊ എല്ലാരോടും കൂടി ലാസ്റ്റ് ഞാൻ പറയിപ്പിക്കട്ടെ. എന്തിനാ നീ എടുത്താ? നീ ആടെ പോയി എടുക്കാറുണ്ട് എന്നാ എല്ലാം കൂടെ വേറെ എന്തെങ്കിലും. അപ്പോൾ ഏതായാലും എന്താ പറയുക, 13 മില്യൺ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ്. അതെന്തായാലും പറയണം. നമ്മളൊരു ഫാമിലി വളർന്ന് ഇന്ന് എത്രയാണ് ഇത് മലയാളത്തിൽ പറയുമ്പോൾ 1,30,00,000 ആൾക്കാരായ ഞെട്ടി ഇപ്പൊ മനസ്സിലാകട്ടെ 13M വന്നാന്നുള്ള. അങ്ങനെ എഴുതാൻ കൈയടിച്ചു. 1,30,00,000 സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങളുമായി ഈ ചെറിയ രീതിയിൽ ആഘോഷിച്ച് അപ്പോൾ എല്ലാവരോടും നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാ പോരെ. ഇനി വേറൊന്നും പറയണ്ട. വേറൊന്നും പറയാനൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെ കളർഫുൾ ഒരു ഏരിയ കിട്ടിയോണ്ട് പിന്നെ നമ്മളെല്ലാം കൂടി അങ്ങനെ അങ്ങ് ആക്കിയതേ ഉള്ളൂ. പിന്നെ ആദ്യൻ്റെ പാട്ടും പാറുവിൻ്റെ ഡാൻസും എല്ലാം ആയിട്ട് കുറച്ച് സെറ്റപ്പായി. പിന്നെ ഇനി ബാക്കി കളർഫുൾ ഇനി ഇപ്പം 2 ദിവസം കഴിഞ്ഞാൽ ആവും ഇവിടെ കല്യാണം കാര്യങ്ങളായിട്ട് നമ്മൾ തകർക്കാൻ പോകാമെന്ന്. വേറൊന്നുമില്ല. എന്നാൽ പിന്നെ ബാക്കി കേക്കും കൂടി തീർക്കട്ടെ. ബൈ.